നമസ്കാരം. നിങ്ങൾക്കേവർക്കും വിൻ്റർ ഹെവൻ്റെ പുതിയ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ചില കൊള്ളരുതായ്മകളും തെറ്റായ നയങ്ങളുമൊക്കെ ജനങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ നടന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതിഷേധങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനനായക കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ മേപ്പുക്കട മോഹനൻ നിങ്ങളോട് സംസാരിക്കും. എന്താണ് അങ്ങയുടെ അഭിപ്രായം? കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നിലമ്പൂർ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണമല്ല കരുതിയത്, അവിടുത്തെ വർഗീയതയും അവിടുത്തെ ആദിവാസി മേഖലയിലുള്ള ആൾക്കാരുടെ കഷ്ടപ്പാടും വകവയ്ക്കാതെ ഒരു ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിലമ്പൂർ ആദിവാസി ജനങ്ങൾ ഈ തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ UDF അനുകൂലമായ ഒരു വിധിയെഴുത്ത് നടത്തിയത്. ഇത് ജനങ്ങൾ അവരുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലൂടെ രേഖപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവസരമാണല്ലോ. ജനങ്ങൾ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള തെറ്റായ നടപടികൾക്ക് തിരിച്ച് ഒരു പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തുന്നത് നിലമ്പൂരിൽ കൂടെയാണ്. കഴിഞ്ഞ പാലക്കാടും ചേലക്കരി നടന്നു. അതിന് ഉപരി വീണ്ടും നിലമ്പൂർ നടന്നതോടുകൂടി റിസൾട്ട് സത്യസന്ധമായ റിസൾട്ടായല്ലോ. ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി ഇലക്ഷനോട് അടുപ്പിച്ച് 7-8 മാസത്തോടടുപ്പിച്ച് പെൻഷൻ തുക ഒരല്പം വർദ്ധിപ്പിച്ചാൽ ജനങ്ങളെ പറ്റിക്കാം, വോട്ട് മേടിച്ച് വീണ്ടും ഭരണത്തിൽ വരാമെന്നുള്ളൊരു തീരുമാനം ഇടതുപക്ഷത്തിനുള്ളതായിട്ട് അറിഞ്ഞു. അങ്ങനെ ഇനി ഈ വല്ല പെൻഷൻ കൂട്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കാമെന്നോ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു കാരണവശാലും ഇനി ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമ്പ്രദായമാണ് പെൻഷൻ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ മേഖലയിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. 2014 347 കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ ക്ഷേമതി ബോർഡിൽ ഇന്ന് 10ൻ്റെ പൈസ ഇല്ല. പിണറായി ഗവൺമെൻറ്റാണ് ആ പൈസ എടുത്തത്. തൊഴിലാളികൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ അവരടച്ച അംശാദായം തിരിച്ചു കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ ആനുകൂല്യങ്ങൾ കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പം ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കുകയാണല്ലോ. അപ്പോൾ താങ്കളുടെ ഇന്ത്യൻ ജനനായക കക്ഷി എന്ന പാർട്ടി ഏത് മുന്നണിയുമായിട്ടാണ് ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി NDA സർക്കാരുമായിട്ട് സഹകരിച്ച് നാഷണൽ ലെവലിൽ പ്രവർത്തിച്ചു വരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പാർലമെൻറ്റിൽ MP ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം MP ഇല്ല. വരും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളെ പ്രാതിനിധ്യം പാർലമെൻറ്റിലും കേരളത്തിൽ മുന്നണി സംവിധാനത്തിലൂടെ മത്സരിക്കുവാനായിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തയ്യാറായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ഇന്ത്യൻ ജനനായക കക്ഷി പാർട്ടി NDA ആയിട്ടുള്ള സഹകരണത്തോടു കൂടി അനുബന്ധിച്ച് വരുന്ന സെൻട്രൽ കമ്മിറ്റി BJPയുടെ ദേശീയ പ്രസിഡന്റ് AP നന്ദയ്ക്കും അതേപോലെ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്. വരുന്ന എല്ലാ NDA കമ്മിറ്റികളിലും ഞങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ IJK സ്ഥാനത്തിന് ഒരു സീറ്റ് NDA തരും എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. പിണറായി സത്തിനെതിരെ ആണല്ലോ ഇന്നത്തെ വിജയം നടന്നത് നിലമ്പൂർ. പിണറായി സത്തിൻ പോലുള്ള ഇസങ്ങൾ മറ്റുള്ളവരെയെല്ലാം ഒതുക്കിക്കൊണ്ട് കഴിഞ്ഞ 2 തവണ ഒരാളുടെ ചിത്രം വെച്ചുകൊണ്ട് മറ്റൊരാൾ വിജയിക്കുക, പിന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഭരണം പിടിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ തള്ളിക്കളയുക, എന്നിട്ട് ഭരിക്കാൻ വേണ്ടി ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരിക, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പിണറായി പോലുള്ള ഇസങ്ങൾക്ക് എതിരായി നിങ്ങൾ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ജനത പശ്ചിമ ബംഗാളിൽ നിന്ന് നമുക്ക് ഉദാഹരണം പശ്ചിമ ബംഗാൾ എടുത്ത് നോക്കാം. പശ്ചിമ ബംഗാളിൽ 35 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുത്തെ ഭരണവിരുദ്ധ നടപടിക്ക് എതിരെയാണ് അവിടുത്തെ ജനത വിധി എഴുതിയത്. ഇന്ന് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി അവിടെ ഭരിക്കുന്നത്. അതേപോലെ ഒരു ഭരണവും ഒരു വിധിയെഴുത്തും കേരളത്തിനും ഉണ്ടാവും. അതിലേതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതാണ് താങ്കൾക്ക് പറയാനുള്ളത്. അതെ. അപ്പോൾ കേരളത്തിൽ കടകളിൽ നിന്ന് വാങ്ങുന്ന സാധന സാമഗ്രികളുടെ വില അത് ദൈനംദിനം വർദ്ധിച്ചു. വില വർധനവ് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം കേരളത്തിലെ വിലക്കയറ്റത്തിനെതിരെ ഒരു പ്രതിഷേധം പ്രതിഷേധങ്ങൾ നടത്തി തളർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ഭാവനയോടുകൂടി അവർ ജനങ്ങളുടെ മുമ്പിൽ വിലക്കയറ്റം GSTയും ടാക്സും കൂട്ടിവെച്ച് അവരെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ പ്രതിഷേധം നടത്തി തളർന്നതുകൊണ്ട് ജനങ്ങൾ
അതാണല്ലോ അതിൻ്റെ ഫലമാണ് ഇപ്പം നിലമ്പൂരും പാലക്കാടും ചേലക്കരയും കണ്ടത്. അതിലൊരു മാറ്റവുമില്ല. ഇനി വരും പാർലമെൻറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ അവസ്ഥ തന്നെയാണ്. കേരളത്തിൽ 140 സീറ്റുള്ള കേരളത്തിൽ 10 സീറ്റ് പോലും LDF ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് LDF പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നന്ദി, നമുക്ക് വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ തന്നതിന്. എന്തായാലും നിലമ്പൂരിൻ്റെ സന്തോഷത്തിൽ നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ, അത് ഞങ്ങൾ ഒരു പാർട്ടിക്കും എതിരല്ല, നമുക്ക് ഇടതുപക്ഷത്തിനോ UDF വേണ്ടിയിട്ടുള്ള ഈ ചർച്ചയിലല്ല നമ്മൾ. പക്ഷേ അൻവറിനോടുള്ള സമീപനം, പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം ഇച്ചിരി മോശമായി പോയി എന്ന് തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. സതീശൻ കുറച്ചുകൂടെ ആത്മസമീപനം പാലിച്ചുകൊണ്ട് അൻവറിനെ കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അൻവറിന് കിട്ടിയ 19,000 വോട്ട് UDF കിട്ടുമായിരുന്നു. അതായത് മാറ്റവുമില്ല. ഒരല്പം എടുത്തുചാട്ടം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായി നമ്മൾ ജനങ്ങൾ വിലയിരുത്തുന്നു കേട്ടോ. അത് ഒട്ടും ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ അതിനെ തിരുത്തേണ്ട, ഭരണപക്ഷത്തിന് തെറ്റ് വരുമ്പോൾ തിരുത്തേണ്ട പ്രതിപക്ഷമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്നെ തെറ്റുകൾ ആവർത്തിക്കുകയാണ്. അതൊരു വലിയ തെറ്റാണ്. അപ്പം എന്തായിരുന്നാലും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക, മേലിൽ ആവർത്തിക്കാതിരിക്കുക. അതെ, ജനങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന വലിയ നേതാക്കന്മാർ അവരുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുമ്പോഴും അത് പൊതുജനത്തിനോട്, സാധാരണക്കാരോടൊക്കെ ചോദിക്കണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എങ്ങനെ ഇരിക്കും? അല്ല, LDF UDF കോക്കസിന് അടിമപ്പെട്ടുകൊണ്ട് കുറെ പുസ്തക മുതലാളിമാർക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്നത്. അതാണ് കോക്കസുകളുടെ ഉള്ളിൽ പെട്ടുപോയി പ്രതിപക്ഷ നേതാവൊക്കെ. ചില കോക്കസിനകത്ത് അത് UDF LDF വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളെല്ലാം ബോധവൽക്കരിക്കപ്പെട്ടു. കൂടെ നടക്കുന്ന ചിലർ പറയുന്ന അഭിപ്രായം കേട്ടിട്ടാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ. പ്രതിപക്ഷ നേതാവ് ഇന്ന് നിലമ്പൂര് PV അൻവറിന് മുമ്പേ കാണിച്ചത്, നമ്മൾ എന്തൊക്കെ ഒളിച്ചാലും മറച്ചാലും PV അൻവർ അവിടെ ജയിക്കാൻ പാടില്ല, അവിടെ UDF താരമാവാൻ പാടില്ല എന്ന് പിണറായിയും സതീഷും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF ഘടകകക്ഷി നേതാക്കന്മാർ മൊത്തം ഒന്നടങ്കം അൻവറിനെ UDF എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും എടുക്കാതെ അകറ്റി മാറ്റി നിർത്തിയത്. ആ മാറ്റി നിർത്തിയതിൻ്റെ റിസൾട്ടാണ് നിലമ്പൂരിൽ ഇന്ന് PV അൻവറിന് അവിടെ ധാരമായി ജനങ്ങളുടെ മുമ്പേ അഭിമാനത്തോടുകൂടി തലനൂർത്ത് നിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങൾ അവിടെ എത്തിച്ചത്. എന്തായാലും നന്ദി, അങ്ങ് വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് പിന്തുണയ്ക്ക് വേണ്ടി എല്ലാവരും നന്ദിയുണ്ട്. തുടർന്നുള്ള ടോക്കിലും ഡിബേറ്റുകളിലെല്ലാം അങ്ങയുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ശരി, ഓക്കെ, അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും.